കൊല്ലം പൂരത്തിലെ കുടമാറ്റം ഓരോ വർഷവും വ്യത്യസ്തത നിറഞ്ഞതാണ്. അതിലൊരു സന്ദേശവും സൗന്ദര്യവും ഉണ്ടാകും. ഇത്തവണ ആശ്രമം മൈതാനിയിലെ മേളപ്പെരുക്കത്തിനൊപ്പം ഗജവീരന്മാർക്ക് മുകളിൽ പുതിയ കാവുകാർ ഉയർത്തിപ്പിടിക്കുക ഭാരതത്തിലെ ആധ്യാത്മിക ആചാര്യന്മാരുടെയും ധീര ദേശസ്നേഹികളുടെയും ചിത്രങ്ങളായിരിക്കും. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ പൂരം കൊല്ലം പൂരത്തിനായുള്ള ഒരുക്കങ്ങളിലാണ് കൊല്ലത്തെ ജനങ്ങളൊക്കെയും. പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലും താമരക്കുളം ഗണപതി ക്ഷേത്രത്തിലുമൊക്കെ അവിടെയുള്ള പൂര കമ്മിറ്റിക്കാർ ഈ തയ്യാറെടുപ്പിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ നിശ്ചല ദൃശ്യങ്ങളും കുടകളുമൊക്കെ ഒരുക്കുന്ന സ്ഥലത്താണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നിശ്ചല ദൃശ്യങ്ങളിലൊക്കെ ഓരോരുത്തരുടെയും ചിത്രങ്ങളുണ്ട്. അതായത് ഈ ഭാരതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്ത, അതോടൊപ്പം തന്നെ നവോത്ഥാനങ്ങളിലൂടെ ഈ ജനതയെ നയിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ, അവരെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആചാര്യന്മാരുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ ദൃശ്യങ്ങളായി കാണാൻ സാധിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസർ, നേതാജി, അതോടൊപ്പം ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, അംബേദ്കർ, അങ്ങനെ ഒരുപാട് പേരുടെ ചിത്രങ്ങളുണ്ട് ഈ നിശ്ചല ദൃശ്യങ്ങളിൽ. എന്തായാലും പൂരനഗരിയിൽ ഈ ഓരോ ചിത്രങ്ങളായി ഉയരും. വരും തലമുറയ്ക്ക് കൂടെ ഈ നമ്മുടെ സംസ്കാരം പകർന്നു നൽകുന്ന, അല്ലെങ്കിൽ സംസ്കാരത്തിന് വേണ്ടി ത്യാഗം സഹിച്ചവരെ അവരുടെ ഓർമ്മകൾ പകർന്നു നൽകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള ISROയുടെ ചന്ദ്രയാൻ ഇത് കഴിഞ്ഞ വർഷവും പ്രദർശിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നിശ്ചല ദൃശ്യങ്ങളും കുടകളുമൊക്കെയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം തന്നെ ഈ പൂരം കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള സുരേഷ് ബാബു ചേട്ടൻ ചേരുകയാണ്. ചേട്ടൻ ഇവിടെയുണ്ട്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ തന്നെ അങ്ങനെ പൂർത്തിയാകുന്നു. വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ പല ചിത്രങ്ങളും ആചാര്യന്മാരുടെയും അതോടൊപ്പം തന്നെ ഭാരതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുടെയും ഒക്കെ ചിത്രങ്ങൾ, വ്യക്തിത്വങ്ങളുടെ ചിത്രങ്ങൾ അങ്ങനെ വച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. അതായത് അടുത്തൊരു തലമുറയ്ക്ക് ഈ ഫോട്ടോ കണ്ടാൽ ആരാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നവോത്ഥാന നായകന്മാർ, ആധ്യാത്മിക പുരുഷന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പൂരത്തിൽ ഒരു പ്രദർശനം നടത്തുന്നത്. അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ ഇപ്പോൾ LED ഒരു യുഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുടകളെല്ലാം LED ലൈറ്റ് വെച്ച് പിടിപ്പിച്ച കുടകളാണ്. 7 തട്ട് കുട, 2 തട്ട് കുട, 5 തട്ട് കുട, ഈ തരത്തിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവതാരമായിട്ടുള്ള ദശാവതാരത്തിലെ മത്സ്യാവതാരങ്ങളുണ്ട്. അങ്ങനെ പല അവതാരങ്ങളും നമ്മൾ ഈ പൂരത്തിൻ്റെ വർണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിച്ച പോലെ തന്നെ ചന്ദ്രയാൻ നമുക്ക് അഭിമാനമാണ്. അത് വീണ്ടും ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഈ പ്രാവശ്യവും ചന്ദ്രയാൻ നമ്മൾ ഈ പൂരത്തിൻ്റെ പ്രദർശനത്തിലുണ്ടാവും. അപ്പോൾ എന്തായാലും പൂരത്തിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണല്ലേ ഇവിടെയുള്ള ആൾ? അതെ അതെ. ഈ എല്ലാവരും പൂരത്തിന് ആവശ്യമാണ്. നല്ലൊരു അന്തരീക്ഷമാണ്, വെക്കേഷൻ ടൈമാണ്. അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ വന്ന് പൂരം കാണാനും ആഘോഷിക്കാനും വളരെ സന്തോഷത്തോടുകൂടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്തായാലും ഒരു ദിവസം കൊണ്ടൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. എന്തായാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ കുട്ടികൾ ഉൾപ്പെടെ ഭാഗമാകുന്നുണ്ടോ? അതെ അതെ അതെ. ഇത് തയ്യാറാക്കുന്നതിന് 10-15 പ്രവർത്തകർ 3-4 ദിവസമായിട്ട് ഉറക്കൊഴിഞ്ഞാണ് ഇതെല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് തയ്യാറാക്കിയെടുക്കുന്നതാണ്. അതിന് വേണ്ട സാമഗ്രികളെല്ലാം സംഘടിപ്പിച്ച് നമ്മൾ തന്നെ തയ്യാറാക്കിയെടുക്കും. ഓരോ വർഷവും ഒരു 4-5 ഐറ്റം പുതിയതായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് സസ്പെൻസുകൾ വരാറുണ്ട്. പല ചിത്രങ്ങളും ഇനിയും വരാറുണ്ട്. അത് നമ്മൾ ആ പൂര സമയത്ത് അത് പ്രദർശിപ്പിക്കുന്നുണ്ടാവും. എന്തായാലും സസ്പെൻസുകളൊക്കെ അങ്ങനെ വച്ചേക്കുവാണ്. പൂര സമയത്ത് എന്തായാലും അതൊക്കെ പ്രദർശിപ്പിക്കും, എല്ലാവർക്കും കാണാൻ സാധിക്കും. ആശ്രമ മൈതാനം അങ്ങനെ ആ പൂരക്കാഴ്ചയിൽ അങ്ങനെ ഉണരുമ്പോൾ നമുക്ക് ഈ ഓരോ ക്ഷേത്രങ്ങളും, അതായത് 14 ചെറുപൂരങ്ങളുണ്ട്. അതോടൊപ്പം 2 ക്ഷേത്രങ്ങളിൽ നിന്നെത്തുന്ന ഈ കുടമാറ്റത്തിന് വേണ്ടി എത്തുന്ന ഈ നിശ്ചല ദൃശ്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കുടകളും ഒക്കെ ഉണ്ട്. എല്ലാം കാണാൻ സാധിക്കും. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കൊല്ലത്തെ ജനത. ക്യാമറമാൻ ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.